അസ്സലാമലൈക്കും. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ എന്ത് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അതുപോലെ തന്നെ എനിക്ക് സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് നമ്മപ്പോൾ മാങ്ങ മുറിച്ചത്, നാരങ്ങ മുറിച്ചത്, വെളുത്തുള്ളി, കൈപ്പക്ക അങ്ങനത്തെ എല്ലാ അച്ചാറിൻ്റെ എല്ലാം റെസിപ്പി കണ്ടിട്ടു ഞാൻ കാണിക്കാം. ഇതാണ് ഇത്. നിങ്ങൾക്ക് എന്തെന്ന് മനസ്സിലായ? എല്ലാം ഒരു 10 കിലോ മാങ്ങ മുറിച്ചതിൻ്റെ അണ്ടി. അതേപോലെ ഇതാണ്. ഇത് പാത്രത്തിൽ ഉപ്പിലിട്ടിട്ട് വെച്ചിന്. അത് നമുക്ക് അച്ചാർ നോക്കിയാലോ? എങ്ങനെയുണ്ട് നോക്കാലോ. നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായി ആ റെസിപ്പി ഇതുവരെ നിങ്ങൾ യൂട്യൂബിൽ വരെ കണ്ടിട്ടുണ്ടായില്ല. ഒന്ന് കണ്ട് നോക്ക് നിങ്ങൾ കേട്ടാ. ഫസ്റ്റ് തന്നെ നമുക്ക് എണ്ണ ഒഴിക്കാം. വെറൈറ്റി അച്ചാർ, നിങ്ങൾ ഇതുവരെ കാണാത്ത അച്ചാർ. എണ്ണ നന്നായി ചൂടാവട്ടെ. ഇത് നമുക്കാർക്കും കിട്ടൂല ഈ അച്ചാർ കേട്ടാ. എൻ്റെ 3ാമത്തെ മോൻ്റെ ഭാര്യൻ്റെ എടുത്തു വെക്കലാണ് ഇത്. ഓള് നമുക്ക് തരൂല അച്ചാർ. ഓള് ഒറ്റക്ക് തിന്നാൻ വേണ്ടിയിട്ടാണ് ഈ പാത്രത്തിൽ ബാക്കിയിട്ട് വെച്ചത്. ഇങ്ങനെ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 സ്പൂണ് കടുക് ഇടുന്നുണ്ട്. കടുക് നല്ലോണം പൊട്ടിട്ട് ആരും എന്നെ മാങ്ങ മുറിച്ചതിൻ്റെ അണ്ടി കാടരുത് കേട്ടോ. അണ്ടി ഇതേപോലെ ഉപ്പിലിട്ടിട്ട് വെക്കണം. ഇത് 10 ദിവസമായി ഉപ്പിലിട്ട് വെച്ചിട്ട്. കടു നന്നായി പൊട്ടി അതിലേക്ക് ഇതാ വെളുത്തുള്ളി ഇഞ്ചിയും ചതക്കിയത്. നല്ലോണം ഇത് കായം. ഇതിലേക്ക് ഞാൻ കുറച്ചധികം തന്നെ കറിവേപ്പ് ഇടുന്നുണ്ട്. നല്ലോണം പൊരിഞ്ഞ് വരട്ടി. ഇങ്ങനെ നമ്മളെ കടുവും വെളുത്തുള്ളി പച്ചമുളകെല്ലാം നന്നായി വാടിയിട്ടുണ്ട്. അതിലേക്ക് ഇതാ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇടുന്നുണ്ട്. നന്നായി ഒന്ന് വറുത്താലേ നല്ല രസം ഉണ്ടാവും. അച്ചാർ സൂപ്പറാക്കണം. ഓള് ചിരിപ്പിക്കുന്ന ഓരോന്നോരോന്ന് പറഞ്ഞിട്ട് ഇതെന്താക്കലേ അമ്മ? ചിരിക്കാതിരിക്കാൻ പറ്റുമോ? ഇതിലേക്ക് ഞാൻ കുറച്ച് വിനാഗിരി ഒഴിക്കുന്നുണ്ട്. ഉപ്പ് അതിലെന്നെ ഇട്ട് വെച്ചോണ്ട് നമുക്ക് കുറച്ച് നോക്കിയിട്ട് ഉപ്പിടാം. തിളപ്പിച്ചാറിയ വെള്ളം. ഇനി ഇത് നന്നായി കുറുകി വരണം. നമുക്ക് ഒന്നും തിളച്ച് കുറുകിയിട്ട് ആ ചൊയയെല്ലാം പൊടിൻ്റെ ചൊയയെല്ലാം പോട്ട് എന്നിട്ട് നമുക്ക് കാണാം. തിളച്ച് ഇത് കുറുകിയിട്ട് ഇതിൻ്റെ ചൊയയെല്ലാം പോകണം. ഇങ്ങനെ മസാലക്കൂട്ടെല്ലാം നന്നായി ഇത് കുറുകി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഉപ്പിലിട്ട് വെച്ച അണ്ടി ചെയ്യാം. നന്നായി ഒന്ന് കുറുകണം. തിളച്ച് വേവട്ട്. കുറച്ചും കൂടി ഇത് കൂടി ഇടാം. വേവട്ട് നന്നായി ഒന്ന് കുറുകി വരട്ടെ. വന്നതിന് ശേഷം നമുക്ക് ഇനി കാണാം. എല്ലാവരും ഇനി നമ്മ എത്രയോ ഒരു 100 കിലോ ഈ മാങ്ങ മുറിച്ചതിൻ്റെ അടി ചാടിയിട്ടുണ്ട് ഞാൻ. ഇതിങ്ങനെ എടുത്ത് വെച്ചോ. ഇതിനെല്ലാവരും എടുത്ത് വെച്ചോ. നല്ല അടിപൊളി അച്ചാറാക്കാം. നമുക്ക് കുറച്ച് ഇതാ മാങ്ങ വെക്കണം ഈ അണ്ടിയിൽ തന്നെ. ഇതാ കണ്ടാ മാങ്ങ
കുറച്ചെന്നാലും നല്ല പുളിയുണ്ടാവും. തിളച്ച് വേവട്ടെ. മാങ്ങൻ്റെ അച്ചാർ ഇവിടെ റെഡിയായി. അതിലേക്ക് ഞാൻ ഉലുവാവും കടുവും വറുത്ത് പെരുംജീരകവും വറുത്ത് പൊടിച്ചത് കുറച്ച് ഇട്ട് ഇതിന് കായപ്പൊടി ഇടട്ടെ. കായപ്പൊടി ഇട്ട് അങ്ങനെ നമ്മളെ അച്ചാർ ഇവിടെ റെഡിയായി. മാങ്ങണ്ടി അച്ചാർ ഇവിടെ റെഡിയായി. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, ഒന്നും കളയരുത്. പിന്നെ എൻ്റെ വീഡിയോ എല്ലാം കാണണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണം, ലൈക്ക് ഇടണം, ഷെയറാക്കി കൊടുക്കണം, കമൻറ്റ് ഇടണം. വീണ്ടും ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരാം. അസ്സലാമു അലൈക്കും.